വെൽക്കം ടു ഡീപ് റീഡ്സ്. ഞാൻ ദീപ്തി ടെറൻസ്. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഹാൻ കാങ് എഴുതിയിരിക്കുന്ന ദ വെജിറ്റേറിയൻ എന്ന നോവലാണ്. വെജിറ്റേറിയൻ എനിക്ക് ലൈബ്രറിയിൽ നിന്ന് കിട്ടിയ പുസ്തകമാണ്. ഇത് ദ പോർട്ട് ബെല്ലോ ബുക്സ് എന്ന് പറഞ്ഞിട്ടുള്ളവരാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇത് കൊറിയൻ ഭാഷയിൽ എഴുതിയിട്ട് ഡെബോറ സ്മിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഒരു നോവലാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇതിന് മാൻ ബുക്കർ പ്രൈസ് 2016 വിന്നറായിട്ടുള്ള ഒരു നോവലാണ്. അപ്പോൾ അപ്പോൾ ഈ ഹാൻ കാങ്ങും ഡെബോറ സ്മിത്തും കൂടിയിട്ടാണ് ആ മാൻ ബുക്കർ പ്രൈസ് ഷെയർ ചെയ്തിട്ടാണ് അവരത് വെച്ചിരിക്കുന്നത്. പിന്നെ 2024 നോബൽ പ്രൈസ് സാഹിത്യത്തിനുള്ളതും ഈ ഹാൻ കാങ്ങിന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് കൊറിയൻ രാജ്യത്തിനുള്ള ആദ്യത്തെ നോബൽ സമ്മാനവും പോരാത്തതിന് ഏഷ്യൻ കൺട്രീസിനെയും അഭിമുഖീകരിക്കുന്ന രീതിയിലുള്ള ഒരു ആളാണ് ഹാൻ കാങ്. അപ്പോൾ നമുക്ക് ഏഷ്യൻ രാജ്യങ്ങൾക്ക് സാഹിത്യത്തിന് സമ്മാനങ്ങൾ കിട്ടുന്നത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ഹാൻ കാങ്ങിന് ആദ്യത്തെ ഏഷ്യൻ വനിത എന്ന രീതിയിൽ ഹാൻ കാങ്ങിനെ നമുക്ക് പരിചയപ്പെടാം. പിന്നെ ഇതിനകത്ത് ഹാൻ കാങ്ങിൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സിയോളിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവർ ഒരു 1980 ഇവരുടെ നാട്ടിൽ ഡെമോക്രസി മാറി മിലിറ്ററി അക്രമം നടക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ട് അന്ന് ഹാൻ കാങ്ങിന് 12 വയസ്സൊക്കെയാണ് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ ഗ്വാങ്ഷു, ഞാൻ എൻ്റെ കൊറിയൻ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റാവാം, എന്നോട് ക്ഷമിക്കുക. അപ്പോൾ ഗ്വാങ്ഷു മസക്കർ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പോൾ അന്ന് ഈ മിലിറ്ററി ഒരുപാട് നിരപരാധികളെ നമ്മൾ കൊന്നൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു നിന്നിരുന്ന ഇവളുടെ ഫാമിലിക്ക് ഒന്നും പറ്റിയില്ലെങ്കിലും ആ രാജ്യത്ത് അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായിരുന്നു, ഇവരറിയുന്നവർ മരിക്കുകയൊക്കെ ചെയ്യുന്ന അത് കണ്ടു നിന്നിരുന്ന ഒരു 12 വയസ്സുകാരിയുടെ ഒരു മനസ്സുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ ഈ പുസ്തകത്തിനകത്ത് ഹാൻ കാങ് പറഞ്ഞു വെക്കുന്നതും ഹ്യൂമൻ വയലൻസ് മാത്രമല്ല മെയിൽ വയലൻസും കൂടിയിട്ടാണ്. ആണുങ്ങളുടേതായിട്ടുള്ള ഒരു അധികാരവും ഒരു ധാർഷ്ട്യവും ഒക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഇത് കൊറിയൻ ഭാഷയിൽ നിന്ന് ഡെബോറ സ്മിത്ത് ആണ് ഇംഗ്ലീഷിലാക്കിയിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മളുടെ പ്രശസ്ത എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ ഹാൻ കാങ്ങിൻ്റെ ദ വെജിറ്റേറിയൻ എന്ന പുസ്തകം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ഊഹം വയ്ക്കുകയാണെങ്കിൽ അത് കൈരളി ബുക്സ് എങ്ങാനും ആയിരിക്കും. കാരണം ഞാൻ ബുക്ക് മേളയിൽ അത് കണ്ടായിരുന്നു. കൈരളി ബുക്സ് ആണെന്ന് തോന്നുന്നുണ്ട് അതിൻ്റെ പ്രസിദ്ധീകരണം. തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. CV ബാലകൃഷ്ണനാണ് എഴുതിയിരിക്കുന്നതെന്ന് എനിക്കറിയായിരുന്നു. അപ്പം ഞാൻ ഇംഗ്ലീഷ് വായിക്കാം എന്നുള്ള ധാരണയിലാണ് ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ മലയാളം വാങ്ങിയില്ല. അപ്പോൾ ഈ പുസ്തകത്തിനകത്ത് ഇതിൻ്റെ എഴുത്ത് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഷോക്കിംഗ്, ഒരു ഹോണ്ടിങ്, നമുക്ക് എന്തോ നമ്മൾക്കും ഒരു ഈ വായിക്കുമ്പോൾ യോങ് ഹൈ എന്നുള്ളതാണ് ഇതിൻ്റെ നായികയുടെ പേര്. യോങ് ഹൈയുടെ ആ ഒരു മാനസിക നില വായിക്കുമ്പോൾ നമുക്കും നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ ചുരുണ്ടു കൂടുന്നതായിട്ടും നമുക്കങ്ങനെ ഭയങ്കരമായിട്ടുള്ള വികാരങ്ങളും നമുക്കൊരു ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് നമുക്കിത് വായിക്കുമ്പോൾ നമുക്ക് ഇതാകുന്നത്. നമുക്കങ്ങനെ ഹാപ്പിനെസ് ഒന്നും ഈ പുസ്തകത്തിനകത്ത് നമുക്ക് കിട്ടാനില്ല. ഇതിനകത്ത് കോമഡിയോ ഒന്നുമില്ല, സാഡ്നെസ് അല്ല. നമ്മളൊരു മെൻ്റൽ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു ഒരു ഭീകരാവസ്ഥയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് വയ്ക്കുക. നമുക്കിതിൻ്റെ ഇപ്പോൾ ഇത് നമ്മൾ കൊറിയൻ ഭാഷയിൽ നിന്നല്ല ഇംഗ്ലീഷ് ഭാഷയിലാണ് വായിക്കുന്നതെങ്കിലും അത് അത്യാവശ്യം നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ വാക്കും ആ പ്രോസും ലാംഗ്വേജും എഴുത്ത് രീതിയും ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ 3 ഭാഗമാണ് ഇതിനകത്ത് ഉള്ളത്, 3 പാർട്ടാണ്. അപ്പോൾ ആദ്യത്തെ പാർട്ട് ദ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം യോങ് ഹൈയുടെ ഭർത്താവ് ഷിയോങ്ങിൻ്റെ ഫസ്റ്റ് പേഴ്സണാലിറ്റി അത് ഒരു രീതിയിലാണെന്ന് പറയുന്നത്. അയാളുടെ പോയിന്റ് ഓഫ് വ്യൂയിലാണ്, അയാളാണ് കഥ പറയുന്നത്. ഷിയോങ് ആണ് ഈ ഫസ്റ്റത്തെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ പറയുന്നത്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ദ മംഗോളിയൻ മാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് രണ്ടാമത്തെ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. അത് പറയുന്നത് ഒരു 3rd പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിൽ ബ്രദർ ഇൻ ലോ ആണ്. ബ്രദർ ഇൻ ലോ എന്ന് പറഞ്ഞാൽ ഈ യോങ് ഹൈയുടെ ചേച്ചി ഇൻഹയുടെ ഭർത്താവാണ് പറയുന്നത്. അപ്പോൾ അയാളുടെ ചിന്താഗതികൾ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഭാഗം വയ്ക്കുമ്പോൾ അയാളുടെ ചിന്താഗതികളാണ് വായിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്നാമത്തത് ഫ്ലേമിംഗ് ട്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. അത് ഇൻഹയുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അത് 3rd പേഴ്സണിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ
പറഞ്ഞാൽ ഇൻഹയുടെ ആലോചനകളാണ്. അപ്പോൾ ഇപ്പോഴത്തെയും നടക്കുന്നുണ്ട്, പണ്ടത്തെയും നടക്കുന്നുണ്ട്. അതായത് ചെറുപ്പത്തിലെ യോങ് ഹൈ എങ്ങനെയായിരുന്നു, എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ അതിനോടനുബന്ധിച്ചിട്ട് വരുന്ന കഥകൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കഥ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഹ്യൂമൻ വയലൻസും മെയിൽ വയലൻസ്, പിന്നെ നേച്ചർ ലവ്, പിന്നെ അതുപോലെ മാഡ്നെസ്. അതായത് ഇതിനകത്ത് നമുക്കിത് വായിച്ചു വരുമ്പോൾ എഴുത്തുകാരി അവിടെ ഇവിടെയും പറയാതെ മെൻ്റൽ ഡിസബിലിറ്റീനെ പറ്റി പറയുന്നുണ്ട്. അതിൽ സ്കീസോഫ്രീനിയ, കാറ്ററ്റോണിയ എന്നുള്ള പറഞ്ഞിട്ടുള്ള രോഗങ്ങളെ പറ്റി. അതായത് വായനക്കാർ അത് അങ്ങനെ വേണമെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ, അല്ലാതെ അതാണ് എന്നുള്ളത് ഉറപ്പിച്ച് പറയുന്നില്ല. അങ്ങനെ ഒരു രീതിയിലാണ് ഇത് പറഞ്ഞു പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു കഥ പറയുകയാണെങ്കിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാൻ എന്നോട് ഒന്നുകൂടി ക്ഷമിക്കണം, പേരുകൾ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിൽ നിന്ന് വായനയിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ് ഷിയോങ്. അപ്പോൾ ഷിയോങ് എന്താണ് ഭർത്താവ് പറയുന്നത്, എൻ്റെ ഭാര്യ വെജിറ്റേറിയൻ ആയിരിക്കുമ്പോൾ വെജിറ്റേറിയൻ ആവാൻ തീരുമാനിക്കുന്നതിന് മുമ്പ്, അങ്ങനെയാണ് തുടക്കത്തെ വാചകം വരുന്നത്, വിചാരിക്കുന്നതിന് മുന്നേ അവളൊരു സാധാരണ പെണ്ണായിരുന്നു, അല്ലാതെ അവൾക്കൊരു പ്രത്യേകതകളൊന്നുമില്ല, ഒരു നോർമൽ പെണ്ണ്, അങ്ങനത്തെ ഒരു പെണ്ണാണ്. അപ്പോൾ അവള് ഒരു ഇൻസ്ട്രക്ടർ, അതായത് ഗ്രാഫിക് ഡിസൈനിങ് ഇൻസ്ട്രക്ടർ പോലെ അയാളുടെ അസിസ്റ്റന്റ് ഒക്കെ ആയിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രാവിലെ എഴുന്നേക്കും, വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കും, ഇയാൾക്ക് കുക്ക് ചെയ്യും, ഇയാളുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യും. ഇവള് ജോലിക്ക് അങ്ങനെ പുറത്തേക്കൊന്നും പോകുന്നില്ല, വർക്ക് ഫ്രം ഹോം ആണ് ഇവളുടെ ജോലി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവളും ഭയങ്കരമായിട്ടുള്ള ഒരു ഹോംലി വൈഫ് എന്നൊക്കെ പറയുന്ന പോലെ, അവൾക്ക് അങ്ങനത്തെ സംസാരങ്ങളോ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹങ്ങളോ ഭയങ്കരമായിട്ട് ഇപ്പം ഇവർ ഭയങ്കര പ്രണയമോ ഭയങ്കര അഫെക്ഷനോ അല്ലെങ്കിൽ അവർ തമ്മിൽ ഭർത്താവിന് അങ്ങനത്തെ ഒരു ലവോ അങ്ങനെയൊന്നും അവർ തമ്മിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഭർത്താവ് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഭർത്താവ് പറയണേ എനിക്കത് മതിയായിരുന്നു, കാരണം അയാൾ ഒരു സാധാരണ ഒരു ജോലിക്കാരനാണ്, ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് പോലത്തെ ഒരു ജോലിയാണ്. അപ്പോൾ അയാൾ പറയണേ ഭയങ്കരമായിട്ട് ആഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇയാളുടെ വരുമാനത്തിന് അനുസരിച്ച് അത് അത് സാധിച്ചു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഭയങ്കരമായ അൺട്രസ്റ്റ് ഫാമിലിയിൽ വരും. അപ്പോൾ അതൊന്നും ഇല്ലാതെ നോർമലായിട്ടുള്ള ഒരു രീതിയിൽ പോവുകയാണ്. പക്ഷേ ഇയാൾ ഒരു ദിവസം ഭയങ്കരമായിട്ട് അവിടെ കൊറിയൻ മദ്യമൊക്കെ കഴിച്ച് ഇയാൾ ഒരു മദ്യമൊക്കെ കഴിക്കുമ്പോഴത്തെ ഒരു കാമാസക്തിയൊക്കെ ഇയാൾക്കുണ്ട്. അപ്പോൾ ഭാര്യേനെ പ്രാപിക്കാനായിട്ട് വരുന്ന വീട്ടിലേക്ക് ആ ഒരു ചിന്തയിൽ വരുമ്പോഴാണ് ആ വീട്ടിലുള്ള എല്ലാ ഫ്രിഡ്ജിലും പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന എല്ലാ മീറ്റ് പ്രോഡക്ട്സ്, ആ മീറ്റ് പ്രോഡക്ട്സിൻ്റെ പേരൊക്കെ അവർക്ക് പറയാം, നമുക്ക് പറയാനറിയില്ല, ആ കൊറിയൻ മനസ്സിലാവുന്നവർക്കാണ്. അപ്പോൾ അങ്ങനെ ആ മീറ്റ് പ്രോഡക്ട്സ് എല്ലാം ഇവിടെ ട്രാഷ് ക്യാനിൽ എടുത്തിട്ട് കളയാണ്. അപ്പോൾ ഇയാൾ ചോദിക്കും, നീ എന്താണ് ഈ കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇവള് പറയുന്നുണ്ട്, ഞാൻ വെജിറ്റേറിയൻ ആവാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഇയാൾ വൈ എന്ന് ചോദിക്കുമ്പോൾ ഇവള് പറയുന്നുണ്ട്, ഐ ഹാഡ് എ ഡ്രീം എന്ന് മാത്രം പറയുന്നുള്ളൂ. അപ്പോൾ ഇയാൾ വിചാരിച്ചു, ഇവള് പണ്ട് തൊട്ടേ നോൺ വെജ് ഒക്കെ കഴിക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന ഒരാൾ എത്ര നാൾ, ഇപ്പം നമ്മൾ പറയില്ലേ ഡയറ്റിംഗ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ബിരിയാണി കഴിക്കൂല, നോൺ വെജ് കഴിക്കൂല, ഷുഗർ കഴിക്കൂല എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ തെറ്റിക്കാറുണ്ട്. നമുക്ക് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ നമ്മളുടെ ഡയറ്റിംഗ് ഒക്കെ തെറ്റും ഒക്കെ മാറും. അപ്പോൾ ഇയാളും അതുപോലെ ഒരു പുച്ഛരസത്തിൽ പറയും, എത്ര നാളെ എന്നുള്ള രീതിയിൽ പറയും. പക്ഷേ അന്ന് തൊട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള വെജിറ്റേറിയനിസം ഭയങ്കരമായിട്ട് മുറുകെ പിടിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം നമ്മളിത് വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, വെജിറ്റേറിയനിസം എടുത്താൽ എന്താ കുഴപ്പം, നോൺ വെജ് കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണമേ മെയിനായിട്ട് കഴിക്കുന്നില്ല, ഇവളുടെ ഉറക്കം ശരിയാവുന്നില്ല. അപ്പം ഇവളോട് സെക്ഷലി ആയിട്ട് ഇവളുടെ അടുത്തൊരു സെക്സിൽ ഇവളെന്നെ വിളിക്കുമ്പോൾ ഇവള് പറയുന്നുണ്ട്, നീങ്ങിക്കിടക്ക്, എനിക്ക് നിന്നെ ഇറച്ചിയുടെ മണമാണ് വരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളില്ല. പക്ഷേ ഇയാൾ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഇവളെ റേപ്പ് ചെയ്യും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇവൾക്ക് കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട്, ഇവളത് സഹിച്ച് കിടക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ഇവളുടെ ചേച്ചിയുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവർ. അപ്പോൾ പിന്നെ ഇതിനകത്ത് ബ്രാ ധരിക്കുന്നത് ഇവൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കണ്ടപ്പോഴൊക്കെ ഇവളുടെ ബ്രാ ധരിക്കാത്തയൊക്കെ കണ്ടപ്പോൾ, ഇവളുടെ ബ്രസ്റ്റ് ഇങ്ങനെ കണ്ടപ്പോൾ, ഇവളുടെ നിപ്പിൾസ് കണ്ടപ്പോഴൊക്കെയാണ് ഇയാൾക്ക് ഉത്തേജനം വന്നത് എന്നൊക്കെ ഇയാൾ ആദ്യത്തെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഒരു ഫാമിലി പാർട്ടി ബോസിൻ്റെ ഒക്കെ കൂടിയുള്ളതിലൊക്കെ ഇതുപോലെ തന്നെ വരികയും അങ്ങനെ അവിടെ ഒരു സാധനം പോലും കഴിക്കാതെ, വെള്ളം പോലും, മീൻസ് നോൺ വെജ് ഭക്ഷണങ്ങളാണല്ലോ എല്ലാവരും കഴിക്കുന്നത്, ഒന്നും കഴിക്കാതെ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര നാണക്കേടൊക്കെ. അപ്പോൾ അതിൽ കഴിഞ്ഞപ്പോഴാണ് ഇയാൾക്ക് മനസ്സിലായത് അത് തിരുത്താൻ, വെജിറ്റേറിയനിസത്തിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ഇവളുടെ വീട്ടിൽ വിളിച്ച് പറയണം, അച്ഛനോടും അമ്മയോടൊക്കെ പറയാം. അങ്ങനെ ഇവളുടെ ചേച്ചിയുണ്ട്, ചേച്ചിയുടെ ഭർത്താവ്, ചേട്ടനാണോ അറിയില്ല, ബ്രദർ എന്നാണ് പറഞ്ഞത്, ബ്രദറിൻ്റെ ഭാര്യയും പിന്നെ അച്ഛനും അമ്മയും എല്ലാം കൂടിയിട്ട് ഇവരുടെ വീട്ടിൽ കൂടും. അങ്ങനെ അച്ഛൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ചേച്ചിയൊക്കെ ഇവൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഡിഷസ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. അപ്പോൾ അതിൽ
അച്ഛൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീറ്റ് കഷ്ണം ഫോർക്കിലൊക്കെ കുത്തിയിട്ട് ഇവിടെ വായിൽ കുത്തി കയറ്റാനൊക്കെ ആയിട്ട് നോക്കും. അങ്ങനെ ഇവിടെ അത് ഓക്കാനിക്കുകയും ഛർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അച്ഛൻ ദേഷ്യം പെട്ടിട്ട് ഒറ്റയടി കൊടുക്കും. അപ്പോൾ അച്ഛൻ ഇതിൽ ഇൻഹയുടെ ഭാഗത്തിൽ, മൂന്നാമത്തെ ഭാഗത്തിൽ ഇൻഹയുടെ ചിന്തകളിൽ പറയുന്നുണ്ട് അച്ഛൻ ഭയങ്കര ക്രൂരനായിട്ടുള്ള ഒരു അച്ഛനായിരുന്നു, ഭയങ്കരമായിട്ട് അടി കിട്ടുന്നത്. കാരണം ഇൻഹയ്ക്ക് അടി കിട്ടിയിട്ടില്ല, യോങ്ഹയ്ക്കാണ് അടി കിട്ടിയിരിക്കുന്നത്. യോങ്ഹൈ ഭയങ്കരമായിട്ട് വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ കുട്ടി അങ്ങനത്തെ തന്നെയായിരുന്നു. ഇൻഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മൂത്ത കുട്ടിയായതിൻ്റെതായ ഒരു അടക്കവും ഒതുക്കവുമുള്ള കുട്ടിയാണ്. ആൾക്കാരെ കൊണ്ട് ചീത്ത പറയിപ്പിക്കാത്ത രീതിയിൽ ജീവിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ആളാണ് ഇൻഹൈ. അപ്പോൾ ഇൻഹൈ അങ്ങനെ ആയതുകൊണ്ട് അവൾക്ക് അടിയൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ കിട്ടിയിരിക്കുന്നത് യോങ്ഹൈക്കാണ് എന്നുള്ളത് ഇൻഹൈ ആലോചിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവളെന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അച്ഛൻ അടിക്കുന്ന ആ ഒരു ദേഷ്യവും വാശിയും എല്ലാവരും ഇവിടെ എന്താണ് ഇങ്ങനെ ക്രൂശിക്കുന്ന ഒരു രീതിയിൽ ഇവളൊരു കത്തി എടുത്തിട്ട് ഇവളുടെ കൈ മുറിച്ച് അങ്ങനെ ഹോസ്പിറ്റലിൽ പോകും, മെൻ്റൽ ഹോസ്പിറ്റലിൽ ആവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ മെൻ്റൽ ഹോസ്പിറ്റൽ ആവുന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഭർത്താവ് ഉപേക്ഷിച്ച് പോവുകയും ചെയ്യും. ഇപ്പോൾ ഇൻഹൈ പറയുന്നുണ്ട് അങ്ങനെ ഉപേക്ഷിച്ച് പോകരുതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, ചേച്ചിയൊക്കെ പറയുന്നുണ്ടെങ്കിലും അയാൾ പറയണേ എനിക്ക് എൻ്റെ ജീവിതകാലം മുഴുവൻ, എനിക്ക് സാധാരണ ജീവിതമാണ് ആഗ്രഹം, അത് ഞാൻ ഇനി ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എനിക്ക് നോക്കാനൊന്നും പറ്റില്ല എന്നിട്ട് അയാൾ ഉപേക്ഷിച്ച് പോകും. അങ്ങനെ ഇവിടെ കുറച്ച് നാൾ ചേച്ചിയുടെ കൂടെയൊക്കെ താമസിക്കും. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഇവളുടെ, അത് രണ്ടാമത്തെ ഭാഗത്തിലാണെന്ന് പറയുന്നത്, മംഗോളിയൻ മാർക്ക് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവളുടെ ബട്ടക്സിൽ ഒരു മംഗോളിയൻ മാർക്ക്, ഒരു മേലത്തൊരു മറുക് ഉണ്ട്. അപ്പോൾ ആ മറുക്, അപ്പോൾ അത് കുട്ടിയുടെ മേത്തുണ്ട്, അതായത് ചേച്ചിയുടെ കുട്ടിയുടെ മേത്തുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ മേത്തത്തെ കഥ കുളിപ്പിക്കുമ്പോൾ പറയുമ്പോഴാണ് ചേച്ചി പറയണേ യോങ്ഹൈയുടെ മേത്തുണ്ട്, ബട്ടക്സിലുണ്ട് എന്നാണ്. അപ്പോൾ ഈ ചേട്ടന് എന്ന് പറയുമ്പോൾ അതൊക്കെ ആലോചിച്ച് ചേട്ടന് ഭയങ്കരമായിട്ട് എന്താണ് സെക്ഷൽ ആയിട്ടുള്ള അറോസൽ, അതായത് ഉത്തേജനം, കാമാസക്തിയൊക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെ അയാൾ ഇവിടെ മിസ്യൂസ് ചെയ്യുകയും, അയാളൊരു ആർട്ടിസ്റ്റാണ്, അപ്പം മേത്ത് പെയിൻ്റ് അടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവളെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ചേച്ചി കണ്ടുപിടിക്കുകയും ചേച്ചി എന്താണ് രണ്ടുപേരെയും ഹോസ്പിറ്റലിലാക്കുകയും പിന്നെ ചേച്ചി അയാളെ ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചേച്ചിക്ക് ഒരു കോസ്മെറ്റിക് അങ്ങനത്തെ ഒക്കെ ഒരു ജോലിയാണ്, ഒരു ബിസിനസ് ഒക്കെ കൊണ്ട് നടത്തുന്ന ഒരാളാണ്. അങ്ങനെ ചേച്ചി ഇവിടെ മെൻ്റൽ ഹോസ്പിറ്റലിൽ ചേച്ചി ഇവിടെ സന്ദർശിക്കുകയും അപ്പോൾ ഇതിനകത്ത് ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം, യോങ്ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻ്റലി ഡൗൺ ആയിട്ട് അതായത് ഇവള് ഇടയ്ക്ക് ഭ്രാന്താശുപത്രിയിൽ നിന്ന് കാണാതായ മരങ്ങളുടെ ഇടയിലും ഒക്കെ നിൽക്കുന്ന ഒരു രീതിയിലാണ് അവൾ പറയുന്നത്. അവളൊരു ട്രീ ആണ്, ഒരു ചെടിയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പോൾ ഇവള് അങ്ങനെ ചെടിയാണ് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അവള് പറയുന്നത് അവളുടെ യൂട്രസിൽ നിന്ന്, അപ്പോൾ അവള് വെള്ളം മാത്രം കഴിക്കണം. അപ്പോൾ അവള് പറയുന്നത് ചെടികൾക്ക് വെള്ളം മാത്രം മതി, ബാക്കി സോളാർ ഇതില് അവള് പൂവിട്ട് പുഷ്പിക്കും എന്നുള്ള രീതിയിലാണ് അവളുടെ മെന്റൽ കണ്ടീഷനൊക്കെ. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് സ്കിസോഫ്രീനിയ, കാറ്ററ്റോണിയ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവള് മെന്റൽ ഹോസ്പിറ്റലാണ്, പക്ഷെ ഇവളൊരു സാധനം പോലും കഴിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ മൂക്കിൽ കൂടെ ഇവിടെ ട്യൂബ് ഇട്ടിട്ട് ഇങ്ങനെ ഗ്രൂവൽ പോലെ എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് അങ്ങനെയാണ് ഡോക്ടർമാർ ഇവരുടെ ജീവൻ പിടിച്ചു നിർത്തിയിരുന്നത്. ഇവളുടെ കൈ ഇവിടെ ആകെ ചെറുതായി പോയി. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട് അനോറക്സിയ നെർവോസ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഈ മോഡൽസിനൊക്കെ കാണുന്ന ഒരു രോഗമാണ് അനോറക്സിയ നെർവോസ. അനോറക്സിയ നെർവോസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡൽസ് അവരുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഭക്ഷണം കഴിച്ചിട്ട് വായിൽ വിരലിട്ടിട്ട് അത് ഛർദ്ദിച്ച് കളയും. അപ്പോൾ അത് ഭക്ഷണം തീരെ കഴിക്കാതിരിക്കുന്നതിനാണ് അനോറക്സിയ നെർവോസ എന്ന് പറഞ്ഞിട്ട് രോഗം പറയണേ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കൂടുതൽ ഭക്ഷണം, ഒബീസിറ്റി വരുന്നത്. നമ്മൾ ബിഞ്ച് ഈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കുറേ ഭക്ഷണം കഴിക്കുക. അങ്ങനെ രണ്ട് കാര്യങ്ങളാണുള്ളത് ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സൈക്കോളജിയിൽ പഠിക്കുക. അപ്പോൾ അങ്ങനെ ഇവൾക്ക് അതാണ്. അപ്പോൾ ഈ ഡോക്ടർ പറയുന്നുണ്ട് എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഇവൾ മരിച്ചു പോകും എന്നുള്ളത്. അപ്പോൾ ഈ ഇൻഹൈയുടെ മൂന്നാമത്തെ ഭാഗത്തിൽ ഇൻഹൈ ഓരോരോ ഫ്രൂട്ട്സ്, ഓരോരോ ഭക്ഷണങ്ങൾ, പച്ചക്കറി തന്നെ ഇവിടെ എന്തെങ്കിലും കഴിക്കട്ടെ, ഫ്രൂട്ട്സ് എങ്കിലും കഴിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഇവള് പറയുന്നത് മരം അല്ലെങ്കിൽ നേച്ചറാണോ ചെടിയാണോ എന്നുള്ള. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്തിനാണ് വെള്ളം മാത്രം പോരെ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇതാക്കുന്നത്. അങ്ങനെ മൂക്കിൽ കൂടെ ഇത് കടത്തുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഇവളുടെ മൂക്കിൽ നിന്ന് ചോര, അതായത് ഭക്ഷണമൊന്നുമില്ലാതെ എല്ലാം ഒട്ടിപ്പിടിച്ച് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് കടത്തുന്നതിൻ്റെ ഇടയിൽ വയറ്റിൽ നിന്ന് ചോര പുറത്തേക്ക് വരികയും, അപ്പോൾ ആ ഡോക്ടർ, മെൻ്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറയും ഇവിടെ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഭ്രാന്തിന് മാത്രമേ ചികിത്സയുള്ളൂ, മറ്റ് അസുഖങ്ങൾക്ക് അവിടെ ചികിത്സയില്ല, അപ്പോൾ നിങ്ങൾ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ ആംബുലൻസിൽ കൊണ്ടുപോകുന്ന രീതിയിൽ ഇൻഹൈ ഇവരുടെ ചെറുപ്പത്തിലത്തെയും ഇപ്പോഴത്തെയും കാര്യം. അപ്പോൾ ഇൻഹൈ പറയുന്നുണ്ട് ഞാൻ കുറച്ചും കൂടി സ്റ്റേൺ ആയിരുന്നെങ്കിൽ, അതായത് മെയിൽ വയലൻസ്, അച്ഛൻ്റെ ക്രൂരതയ്ക്കും ചേട്ടൻ്റെ ഇതിലും ഒക്കെ ഞാൻ മറ്റേ ഇവളുടെ
ഭർത്താവിൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ ഇവളുടെ ഭർത്താവിൻ്റെ അടുത്ത് ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാൻ ഇത്തിരി സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ യോങ്ഹൈക്ക് ഇങ്ങനെ വരുമായിരുന്നു. എനിക്ക് ആ ഭാഗം വായിച്ചപ്പോഴാണ് എനിക്ക് സങ്കടമായിട്ട് തോന്നിയത്. കാരണം ഒരു ചേച്ചിയുടെ ആ ഒരു വിഷമമൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇവൾക്ക് ഇങ്ങനെ വരില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നല്ലോ. അപ്പം അങ്ങനത്തെ ഒരു കഥയായിട്ടാണ് ഇത് പറഞ്ഞു വരുന്നത്. അപ്പം നമുക്കിത് വായിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഹൊറിബിൾ ഫീലിംഗ് ആണ് നമുക്ക് വരാം, നമുക്കൊരു സാഡ്നെസ് ഒക്കെയാണ് വരാം. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളിത് വായിക്കേണ്ടതാണ്. ബുക്കർ പ്രൈസ് കിട്ടി അങ്ങനെയുള്ളതല്ല, നമ്മൾക്ക് ആ ഒരു ഇന്നത്തെ സിറ്റുവേഷനിൽ നമ്മളുടെ പുരുഷ മേധാവിത്വവും പിന്നെ മൊത്തത്തിൽ ഈ ലോകത്തിലെ ഏറ്റവും ക്രൂരനായിട്ടുള്ള ജീവി ആരാന്ന് വെച്ചാൽ അത് മനുഷ്യനാണ് എന്നുള്ളത് ആണ് എൻ്റെ ഒരു ചിന്താഗതി. അപ്പോൾ ആ മനുഷ്യൻ എൻ്റെ ആ വയലൻസ് മറ്റുള്ളവർക്ക് മേത്ത് നമ്മൾ നടത്തുന്ന ഒരു കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്ത്. പിന്നെ ഇതിനകത്ത് ഭ്രാന്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള നിസ്സഹായരായിട്ടുള്ള ആളുകളുടെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെയാണ് ഈ പുസ്തകത്തിനകത്ത് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു നോവലാണ്. ലൈബ്രറിയിൽ നിന്ന് കിട്ടിയ കാരണം പുസ്തകമൊക്കെ ഇത്തിരി മോശമാണ്, എന്നാലും ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഞാനിത് വായിച്ചെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മലയാളം ഇതുണ്ട്. CB ബാലകൃഷ്ണൻ തർജ്ജമ ചെയ്തതുകൊണ്ട് എനിക്കറിയാം മലയാളവും നന്നാവും എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ തർജ്ജമ നന്നാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഈ പുസ്തകം വായിക്കാൻ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു പുസ്തകവുമായിട്ട് വരുന്നത് വരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.